അപ്പോൾ മക്കളെ, നമ്മളിന്ന് അക്കൗണ്ടൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടൻസി എന്നുള്ള ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ പല കുട്ടികൾക്കും ഭയങ്കര ബോറിംഗ് ആയുള്ള ചാപ്റ്ററാണ്. കുറേ നോട്ടുകൾ, പാരഗ്രാഫുകളും വലിയ നോട്ടുകളെല്ലാം കിട്ടിയിട്ടുള്ള സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയെന്നുള്ളത് പല കുട്ടികൾക്കും അറിയില്ല. അവർ ഈ തിയറി കാണാതിരുന്ന് പഠിക്കും, പക്ഷേ കാണാതിരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസാണ് മെയിനായിട്ട് ഇതിൽ നിന്ന് കടന്നു വരാറ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് എന്തിനാണെന്നുള്ളത് വെച്ചാൽ അക്കൗണ്ടൻസി ചാപ്റ്റർ നമ്പർ 2 ആണ്. എക്സാമിന് ഏകദേശം ഒരു 10 മാർക്ക് 8 മാർക്കിന് മുകളിൽ എങ്ങനെയാലും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരും. അത് നല്ല മാച്ച് ദ ഫോളോയിങ് വരാം, വൺ വേർഡ് വരാം, എങ്ങനെയും കയറി വരാം. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഡീറ്റെയിൽഡായിട്ട് ചോദിക്കാറുണ്ട്, എന്താണ് സംഭവം എന്നുള്ളതും ഡീറ്റെയിൽഡായിട്ട് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ ചാപ്റ്ററിൽ കൺസെപ്റ്റുകളൊക്കെ അറിയണം. നമ്മൾ അക്കൗണ്ടൻസി ചെയ്യണമെങ്കിൽ ഈ കൺസെപ്റ്റുകളും ഈ പ്രിൻസിപ്പിൾസും ഇതിൻ്റെ തിയറി ബേസ് അക്കൗണ്ട്സിൻ്റെ തിയറി ബാക്ക് പിക്ചർ എന്താണെന്നൊക്കെ അറിയണം. അങ്ങനെ ഏതൊക്കെ കൺസെപ്റ്റുകളും അതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് ശേഷം 2-3 കാര്യങ്ങൾ GST ഒക്കെ ഈ ചാപ്റ്ററിൽ കയറി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. GST 3rd ചാപ്റ്ററിലാണെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ചാപ്റ്ററിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിലേക്കാണ് ഞാൻ എന്ത് ചെയ്ത് ഷെഡ്യൂളാക്കി വെച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് എനിക്കറിയാലോ, ചാപ്റ്റർ നമ്പർ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഞാനൊരു ഫസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഒരു 5-6 കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. പിന്നെ 5 കൺസെപ്റ്റ് വീണ്ടും പഠിച്ചിട്ട് പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. എക്സാമിന് ഇത് കുറേ വാരി വലിച്ചിട്ടൊന്നും എഴുതരുത്. ഞാൻ പറയുന്ന പോയിന്റുകൾ മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ പ്രിൻറ്റഡ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നോട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ അടുത്തുള്ള നിങ്ങളുടെ PDF ഇല്ലെങ്കിൽ, എൻ്റെ PDF നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ, എൻ്റെ പ്രസൻറ്റേഷൻ ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി, അതിൽ മാർക്ക് ചെയ്ത് കാണിച്ചു തരും. സോ ഫസ്റ്റ് ഞാൻ പോകുന്നത് ഏകദേശം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റും കോസ്റ്റ് കൺസെപ്റ്റ് വരെ ഞാൻ എടുക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് പഠിക്കാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ചാപ്റ്റർ പേര് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഗ്യാപ്പ്, ICA, IFRS ലാസ്റ്റ് പറയാം കേട്ടോ. ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഓക്കെ, എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സ്ഥാപനവും ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞു. ഓണർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. ദാറ്റ് ഈസ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ദിസ് കൺസെപ്റ്റ് അസ്യൂം ദാറ്റ് ദി എൻറ്റിറ്റി ഓഫ് ദി ബിസിനസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. അതായത് ഓണർ ബിസിനസ്സിലേക്ക് എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും അത് അയാളെ ക്യാപിറ്റലാണല്ലോ. ഇപ്പോൾ നമുക്ക് നോക്കാം, A+ അക്കാദമിയിലേക്ക് ഞാനൊരു 10 ലക്ഷം റുപ്യ ഇൻവെസ്റ്റ് ചെയ്തു. ഈ 10 ലക്ഷം റുപ്യ ഈ A+ അക്കാദമി എനിക്ക് തിരിച്ചു തരണം. അത് A+ അക്കാദമിയെ സംബന്ധിച്ചുള്ള ലാബിലിറ്റിയാണ്. അതാ പറഞ്ഞത്, ഓണർ ഇറക്കുന്ന ഫണ്ട് തിരിച്ചു കൊടുക്കാൻ ആര് ബാധ്യസ്ഥനാണ്? ബിസിനസ് ബാധ്യസ്ഥനാണ്. ഓണർ വേറെ ഒരു വ്യക്തിയാണ്, ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫറെൻ്റ് ആണ്, രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സെപ്പറേറ്റ് ആണെന്ന് പറയും അല്ലേ, സെപ്പറേറ്റ് ആണ്. ദ കൺസെപ്റ്റ് അസ്യൂം ദാറ്റ് എൻറ്റിറ്റി ഓഫ് ദി ബിസിനസ് ഡിഫറെൻറ്റ് ഫ്രം ഇസ് ഓണേഴ്സ്. ഓക്കെ, പിന്നെ എന്താ ഇതിൽ പറഞ്ഞു വെച്ചാൽ, എനിക്ക് നിങ്ങളുടെ ബുക്കിൽ മാർക്കുള്ള പോയിന്റ് വരാം. അതേമാതിരി പ്രൈവറ്റ് കാര്യങ്ങളൊന്നും ബിസിനസ്സുമായിട്ട് എന്താ ചെയ്യാൻ പാടില്ല, ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു സാധനം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. 2-3 പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട്. ഓക്കെ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ ഞാൻ പ്രധാനമായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത് എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നുള്ളതായിരിക്കും ഉണ്ടാവാറ്. പക്ഷേ അതിൻ്റെ 2-3 ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അതെങ്ങനെയുള്ളത് കാണിച്ചു തരാൻ. ഓക്കെ, ശ്രദ്ധിച്ചോ. 2 പോയിന്റ്.
ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഓണർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ ഈസ് എ ലയബിലിറ്റി ടു ദി ബിസിനസ്. ഫസ്റ്റ് പോയിന്റ് ഈസ് ഓർത്ത് വെക്കുക. ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ ആർക്ക് ലയബിലിറ്റിയാണ്? ബിസിനസ്സിനെ സംബന്ധിച്ചോളം ലയബിലിറ്റിയാണ്. ഓണർ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ക്യാഷ് ഓർ ഗുഡ്സ്, എന്ത് വിഡ്രോ ചെയ്താലും പേഴ്സണൽ പർപ്പസ് ആണോ ഈസ് ട്രീറ്റഡ് ആസ് ഡ്രോയിങ്സ്. എക്സാം ചോദിക്കാറുണ്ട് ഇത് ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. സോ ഈ 2 പോയിന്റ് ഓർത്ത് വെക്കുക. ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസ് എ ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ബിസിനസ് സ്ഥാപനം. രണ്ടാമത്തത്, ഓണർ ഈസ് പേഴ്സണൽ പർപ്പസിന് വിഡ്രോ ചെയ്യുന്ന എല്ലാ എമൗണ്ടുകളും ക്യാഷ് ആയിട്ടോ ഗുഡ്സ് ആയിക്കോട്ടെ അതെന്താണ്? ഡ്രോയിങ്സ് ആണെന്നാണ് പറയുന്നത്. ഇസ് ക്ലിയർ? ഫസ്റ്റ് പോയിന്റ്. ഇനി നമ്മൾ നോട്ടിൽ നമ്മൾ എന്താണ് എഴുതി നോക്കാം, മാർക്ക് ചെയ്ത് വെച്ചോട്ടോ, ഇമ്പോർട്ടൻസ് അതങ്ങൾ. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് കൺസെപ്റ്റ് ഇസ് അസ്യൂം ദാറ്റ് എൻറ്റിറ്റി ഓഫ് ദ ബിസിനസ് ഡിഫറെൻറ്റ് ഫ്രം ഈസ് ഓണേഴ്സ്. ഓണർ വേറെ, ബിസിനസ് വേറെയാണ്. ബേസ്ഡ് ഓൺ ദിസ് കൺസെപ്റ്റ് പ്രകാരമാണ് വെൻ എ പേഴ്സൺ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സം മണി, അതെന്താണ്? ക്യാപിറ്റൽ ഇൻ ടു ദി ബിസിനസ്, ക്യാപിറ്റലാണ്. അതെന്താ? ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി ഓഫ് ദി ബിസിനസ് ടു ദി ഓണർ. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥയുള്ള ഫണ്ടാണ്. അത് നിങ്ങൾ ഓണർ ഫണ്ട് പൈസ അല്ലെന്ന് വെച്ച കാര്യമില്ല. അതുകൊണ്ടാണ് ഓണർ ഫണ്ട് നമ്മൾ എന്താ ലയബിലിറ്റീസിൽ കാണിക്കുന്നത്. ഇസ് ക്ലിയർ? സോ ഫസ്റ്റ് പോയിന്റ് ഈസ് ക്ലിയർ. ദിസ് ആണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഫസ്റ്റ് പോയിന്റ് റെഡി. സെക്കൻഡ് പോയിന്റ്, എൻ്റെ എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 എക്സാമ്പിൾ കേട്ടോ. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന 2 എക്സാമ്പിളാണ്. നമുക്കറിയാം വിജയമല്യനെ അറിയാം. ആരാ വിജയമല്യ? വിജയമല്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9,000 കോടി, വെറും 9,000 കോടി അടിച്ചു മാറ്റിയിട്ട് ലണ്ടനിലെ സുഖവാസത്തിലിരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു കോടീശ്വരനാണ്. നിങ്ങൾക്കറിയാം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനൊക്കെ അറിയില്ലേ? അതിൻ്റെയൊക്കെ ഓണറാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം കിൻഫിഷർ യെസ്, ആ കിൻഫിഷറിൻ്റെ ഓണറാണ്. പുള്ളിക്കാരൻ ഒരു ഈവനിങ്ങിൽ അയാളെ ബാറിൽ പോയിട്ട് അല്ലെങ്കിൽ അയാളെ ഹോട്ടലിൽ പോയിട്ട് ഒരു പെഗ് അടിക്കണം വിചാരിക്കുക. ഒരു കിൻഫിഷർ പെഗ് അടിക്കണം വിചാരിക്കുക. അയാൾ പൈസ കൊടുക്കേണ്ടി വരുമോ? ആലോചിച്ച് നോക്ക്. അയാളെ കമ്പനി, അയാളെ പേരിലുള്ള അയാളെ സ്ഥാപനത്തിൽ പോയിട്ട് അയാൾ ഒരു പെഗ് അടിക്കണമെങ്കിൽ, അയാളെ ബിസിനസ്സിൽ പോയിട്ട് അയാൾ പെഗ് അടിക്കണമെങ്കിൽ അയാൾ പൈസ കൊടുക്കേണ്ടി വരുമോ? യെസ്, തീർച്ചയായിട്ടും. കാരണം ഓണർ വരികയാണെങ്കിൽ ബിസിനസ് പറയും അയാൾ കുടിച്ചത് അയാളെ ആവശ്യത്തിനാണെങ്കിൽ അത് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്ന് പറയും. വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, നമ്മളെല്ലാവരും ഫേവറേറ്റ് സിമ്മാണ്, കണക്ഷനാണ് ജിയോ. അംബാനി ജിയോ റീചാർജ് ചെയ്യുന്നുണ്ടാവില്ലേ? അംബാനിക്കൊരു ഫോൺ സിം ഉണ്ടാവില്ലേ? അത് റീചാർജ് ചെയ്യണ്ടാവില്ലേ? അങ്ങനെ റീചാർജ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അംബാനി പൈസ കൊടുക്കേണ്ടി വരുമോ? യെസ്, തീർച്ചയായിട്ടും. അംബാനിൻ്റെ ബിസിനസ് വേറെയാണ്, ജിയോ എന്ന് പറഞ്ഞ ബിസിനസ് വേറെയാണ്, അംബാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി വേറെയാണ്. സോ ഡിഫറെൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. സെക്കൻഡ് വൺ ആണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. എന്താ പറയുക മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബിസിനസ് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യണം. പക്ഷേ അതിനൊരു മണി വാല്യൂ ഉണ്ടായിരിക്കണം. മണി വാല്യൂ ഇല്ലാത്ത സാധനം ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. എം.എ. യൂസുഫലി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ലുലുവിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? എൻ്റെ എംപ്ലോയീസാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ യൂസുഫലീൻ്റെ ലുലു എന്ന ബിസിനസ് സ്ഥാപനത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് അയാൾ ഒരിക്കലും അയാളെ എംപ്ലോയീസിൻ്റെ പേര് കാണിക്കില്ല. അയാൾ വലിയ അസറ്റാന്ന് പറയുന്നില്ലേ? കാരണം എംപ്ലോയീസിൻ്റെ വാല്യൂ മണി മെഷർമെൻറ്റിലേക്ക് കൺസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ എംപ്ലോയിക്ക് ഇത്ര വാല്യൂ ഉണ്ടെന്നുള്ളത് എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ടൻസിന് ഏറ്റവും വലിയ ലിമിറ്റേഷൻസിൽ പറഞ്ഞിട്ടുണ്ട് മോണിറ്ററി ഐറ്റംസ് മാത്രമേ എടുക്കുകയുള്ളൂ അക്കൗണ്ടൻസിൽ, നോൺ മോണിറ്ററി ഐറ്റംസ് എടുക്കില്ല. ഇവിടെ എന്താ പറഞ്ഞു വെച്ചാൽ അക്കൗണ്ട്സിൽ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരം ട്രാൻസാക്ഷൻസ് ക്യാൻ ബി മെഷേർഡ്. ട്രാൻസാക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? മെഷർ ഇൻ ടേംസ് ഓഫ് മണി ഓൺലി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സിൻ്റെ അകത്ത് നിങ്ങൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ മണി വാല്യൂ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരിക്കലും 10 kg റൈസ് എഴുതാൻ പാടില്ല. 10 kg റൈസിന് 1000 രൂപയാണെങ്കിൽ ആ 1000 രൂപയാണ് കാണിക്കേണ്ടത്. മനസ്സിലായോ പോയിന്റ്? എനിക്കൊരു കാറിൻ്റെ ഷോറൂമാണ്. എൻ്റെ അടുത്ത് 10 കാറുണ്ട്. 10 കാറൊന്നല്ല കാണിക്കേണ്ടേ, ആ 10 കാറിന് എത്ര ലക്ഷം രൂപയാണോ വാല്യൂ അതാണ് നിങ്ങൾ കാണിക്കേണ്ടത്.
ഓക്കെ. പിന്നെ അതേമാതിരി നമ്മളെ ഗുഡ്സൊക്കെ ഉണ്ടാവില്ല വീട്ടിൽ, നമ്മളൊരു സ്റ്റേഷനറി ഷോപ്പാണ്, സ്റ്റേഷനറി ഷോപ്പിൻ്റെ അകത്ത് ഒരു 50 കിലോ അരി ഉണ്ടെന്ന് പറഞ്ഞാൽ 50 കിലോന് അരിയല്ല കാണിക്കേണ്ടത്, 50 കിലോ അരിക്ക് എന്ത് വാല്യൂ ഉണ്ടോ അതാണ് കാണിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ എടുക്കാം. എൻ്റെ അടുത്ത് 10 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ എൻ്റെ ബുക്കിൽ ബാലൻസ് ഷീറ്റ് ലാൻഡ് അസറ്റാണ്. സോ എൻ്റെ ലാൻഡിനെ 10 സെൻറ്റ് എന്നല്ല കാണിക്കുക. 10 സെൻറ്റ് ഇൻറ്റു 1 എത്ര ലക്ഷം റുപ്യ നോക്കുക. 1 ലാക്ക് ആണെങ്കിൽ എൻ്റെ ലാൻഡിൻ്റെ വാല്യൂ 10 ലക്ഷമാണ്. നോട്ടെ ബുക്കിൽ കാണിക്കുന്ന വാല്യൂ 10 ലക്ഷം രൂപയായിരിക്കും. അതാണ് എന്ത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് നോക്കിട്ടോ, എന്നെ ഓർഗനൈസേഷൻ ഫാക്ടറി ബിൽഡിംഗ് 2 ഏക്കർ ഉണ്ട്. 2 ഏക്കർ എന്നൊരു സാധനം കാണിക്കാൻ പാടില്ല. 100 ബോക്സ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്. കനോട്ട് ബി അക്കൗണ്ട് ചെയ്യാൻ പാടില്ല, കാരണം അത് മണി വാല്യൂയിൽ കൺവേർട്ട് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി സ്റ്റേറ്റഡ് ദാറ്റ് മോണിറ്ററി ഐറ്റംസ് സച്ച് ആസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ₹50 ലാക്ക്, സ്റ്റോക്ക് ₹50. അതായത് ആ ലാൻഡിനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുക, സ്റ്റോക്കിനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ഇസ് ക്ലിയർ? ഇനി നമ്മുടെ ബുക്കിൽ എന്താ പറയുന്നത് നോക്കട്ടെ, ശ്രദ്ധിക്കണേ. ഇതിൽ കുറച്ച് പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കണ്ട, മാർക്ക് ചെയ്ത് വെക്കണേ. മണി മെഷർ കൺസെപ്റ്റ് പ്രകാരം പറഞ്ഞു വെച്ചാൽ മണി മെഷർമെൻറ്റ് അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ട്രാൻസാക്ഷൻസ് ക്യാൻ ബി മെഷർ ഇൻ ടേംസ് ഓഫ് മണി ഓൺലി. റെക്കോർഡ് ബുക്സ് ഓഫ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. സെയിം സാധനം തന്നെ. ബിസിനസ് ബിൽഡിംഗ് 2 ഏക്കർ ഉണ്ട്, 100 ബോക്സ് ഗുഡ്സ് ഉണ്ട്. കനോട്ട് ബി റെക്കോർഡഡ്, cannot be accounted. It should be stated in the monetary items. Monetary items-ലേക്ക് മാറ്റണം. ബില്ലിങ് 50 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ അത് കാണിക്കുക, സ്റ്റോക്കിന് 50,000 ഉണ്ടെങ്കിൽ അങ്ങനെ കാണിക്കണം. ഓക്കെ. ഇതുമായിട്ട് എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ടാണ് ലാബേഴ്സിനെ നമ്മൾ അസറ്റായി കാണിക്കാറുണ്ട് പക്ഷേ നിങ്ങളത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നില്ല എന്നുള്ളത് ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ മോണിറ്ററി കൺസെപ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഗോയിങ് കൺസെപ്റ്റ്. ഗോയിങ് എന്താണ് ഗോയിങ് കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക? ഗോയിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് ലൈഫ് ഇൻഡെഫിനിറ്റ് ആണ്. നാളെ ബിസിനസ് പൂട്ടും എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെഫിനിറ്റ് ലൈഫ് കുറേ വർഷമുണ്ടാവും ബിസിനസ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു കോടികൾ ഇപ്പോൾ യൂസുഫ് അലി ജിയോ ആണ്, സിമ്പിളായിട്ട് ജിയോ തുടങ്ങിയത് കൊറോണ ടൈമിലാണ്. ആ കൊറോണ സമയത്ത് ജിയോ കൊറോണ മുന്നേ തുടങ്ങിയതാണ്. അംബാനി വിചാരിച്ചിട്ടുണ്ടാവുമോ ഒരു വർഷം മൊത്തം ആൾക്കാർക്ക് ഫ്രീ കൊടുത്തിട്ട് ജിയോ പൂട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവുമോ? അല്ല. അംബാനിയെ ബിസിനസ് ചെയ്യാൻ സമയത്ത് അത് വലിയ കുറേ വർഷം ബിസിനസ്സിൽ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് അയാൾ ആ ഫണ്ട് ജിയോയിലേക്ക് ഇറക്കിയിട്ടുണ്ടാവുക. അതേമാതിരിയാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് പീരീഡാണ്, ഇൻഡെഫിനിറ്റാണ്. ബിസിനസ്സിൻ്റെ ലൈഫ് ഇൻഡെഫിനിറ്റാണ്. നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ബിസിനസ് ലൈഫ് ഉണ്ടാവുക. അങ്ങനെയാണ് ബിസിനസ് തുടങ്ങണ്ടേ. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെ അച്ഛനെ അമ്മ നിങ്ങളെ വളർത്തുന്നത് എന്തിനാ? ഭാവിയിൽ അല്ലെങ്കിൽ ഉപകാരം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇവനെ കൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം, ആ ഒരു രൂപത്തിലല്ലേ. അല്ലാതെ നിങ്ങൾ പ്രസവിച്ച് അന്ന് തന്നെ നിങ്ങൾ മരണപ്പെടുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. ആ ബിസിനസ് എന്ത് ചെയ്യും, വലിയ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പക്ഷേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് വലിയ ബിസിനസ്സാക്കി പോറ്റണം. അല്ലെങ്കിൽ 1-2 വർഷം കൊണ്ട് പൂട്ടും എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കരുത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ബിസിനസ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ലോങ് ലൈഫ്. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്ക്, ഞാനൊരാൾക്ക് സാധനം വിറ്റു, ഒരാൾക്ക് സാധനം കടത്തിന് വിറ്റു, ഞാൻ നിങ്ങൾക്ക് സാധനം സെയിൽ ചെയ്തു. ഞാൻ ഈ ആഴ്ച പൂട്ടെന്ന് വിചാരിച്ചിട്ട് സാധനം സെയിൽ ചെയ്യുമോ നിങ്ങൾക്ക്? കാരണം നിങ്ങൾക്ക് പൈസ ഉള്ള ആൾക്കാരല്ലേ. ഓക്കെ. അതേമാതിരി എൻ്റെ ബിസിനസ്സിൻ്റെ അകത്ത് ഞാൻ കുറേ AC, ഫ്രിഡ്ജ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഫർണിഷിങ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ പ്ലാനിൻ്റെ അകത്ത് മെഷീനറിയൊക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. നാളെ പൂട്ടിപ്പോകും എന്നുള്ളൊരു ലക്ഷ്യത്തിലാണോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? അല്ലല്ലോ. ഓരോ വർഷം എൻ്റെ ഈ അസറ്റിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ ഡിപ്രീസിയേഷൻ എടുത്തിട്ട് ബാക്കി എത്ര രൂപ അസറ്റിന് വാല്യൂ ഉണ്ടെന്നുള്ളതെല്ലാം കണ്ടുപിടിക്കുന്നത് ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. സോ ഓർത്ത് വെക്കുക കേട്ടോ. എന്തവിടെ പറയുന്നത് നോക്കുക. ഇറ്റ് ഈസ് ബേസ്, ഈ കൺസെപ്റ്റ് ബേസിലാണ് സപ്ലയേഴ്സ് നിങ്ങൾക്ക് സാധനം ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ. ഇങ്ങനെ ആലോചിച്ച് നോക്കിയടാ, നിങ്ങൾ എക്സ് എന്ന ഒരാൾക്ക് സാധനം കടം വാങ്ങുകയാണ്. നിങ്ങൾ നാളെ പൂട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അയാൾ സാധനം നിങ്ങൾക്ക് തരുമോ? ഞാനൊരു വെജിറ്റബിൾ ഷോപ്പാണ്. എനിക്ക് ഹോൾസെയിൽ ടീമായിട്ട് വെജിറ്റബിൾ ഷോപ്പ് കുറേ സാധനം കടം തന്നു. നാളെ പൂട്ടിപ്പോകുന്ന സ്ഥാപനമാണെങ്കിൽ അല്ലെങ്കിൽ ഒരാഴ്ച നടത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സാധനം സപ്ലൈ ചെയ്യുമോ? അയാളെ പൈസ പോകില്ലേ ഞാൻ മുങ്ങിക്കഴിഞ്ഞാൽ. സോ അങ്ങനെ ആയിരിക്കരുത്, ബിസിനസ്സിന് ലൈഫ് കൂടുതൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് സപ്ലൈസ് നിങ്ങൾക്ക് സാധനം കടത്തിന് തരുന്നതും. അതേപോലെ ബിസിനസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, AC, ഫർണിഷിങ്, ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്നത് ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്? ഡിപ്രീസിയേഷൻ അസറ്റ്, ഫിക്സ് അസറ്റൊക്കെ വാങ്ങുന്നത് ഈ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഓരോ വർഷം ഡിപ്രീസിയേഷൻ എടുക്കുന്നതൊക്കെ ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്കൊരു നമ്മളെ കൺസെപ്റ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം
ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ഇത് മാത്രം ചോദിക്കാറുണ്ട്. ലോങ് ലൈഫ് ബേസ്ഡ് ഓൺ ദിസ് കൺസെപ്റ്റ് വി ചാർജ് ഇൻ ഡിപ്രീസിയേഷൻ ഫിക്സ് അസറ്റ് എവറി ഇയർ അറ്റ് എൻഡ് ഓഫ് ലൈഫ്. ഓരോ വർഷം അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുന്ന എന്താ, ഈ അസറ്റ് 10 നെക്സ്റ്റ് വർഷം ബിസിനസ്സിലുണ്ട്, അങ്ങനെ ഈ വർഷത്തെ കഴിഞ്ഞ് പോയത് എമൗണ്ട് മൈനസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത്രയായിരിക്കും. 2 ക്വസ്റ്റ്യൻസ്. ബിസിനസ്സിൻ്റെ ലൈഫ് ഇൻഡെഫിനിറ്റ് ആണ്, ഇത് ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാൽ ചോദിക്കും. രണ്ടാമത്തത്, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, അയാൾ ബിസിനസ്സിൽ കുറേ ഫിക്സ്ഡ് അസറ്റുകൾ വാങ്ങി വെക്കുന്നുണ്ട്, അത് ഏത് കൺസെപ്റ്റായി? അപ്പം അങ്ങനെ ആലോചിക്കുക, ഫിക്സ്ഡ് അസറ്റ് വാങ്ങുന്നത് അയാൾ ലോങ് ലൈഫിലേക്ക് വേണ്ടിയിട്ടായിരിക്കാം. ദാറ്റ് ഈസ് ഗോയിങ് കൺസെപ്റ്റ്. ഈസ് ക്ലിയർ? സോ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പഠിച്ചു, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പഠിച്ചു. നെക്സ്റ്റ് വൺ, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കലണ്ടർ ഇയർ ഉണ്ട് ഇല്ലേ, കലണ്ടർ ഇയർ ഇല്ലേ, ഇന്ന് മുതൽ ആ കലണ്ടർ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 1 മുതൽ ജനുവരി 1 to 31 ഡിസംബർ. ഇതാണ് നമ്മൾ കലണ്ടർ ഇയർ. അതേമാതിരി നമുക്കൊരു ഫിനാൻഷ്യൽ ഇയർ ഉണ്ട്. എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇയർ? അറിയില്ലേ? എന്നാ സ്റ്റാർട്ട് ചെയ്യാം? പറ. ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 1 to മാർച്ച് 31. ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ്. എന്തിനാണ് ഈ പീരീഡ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ ബിസിനസ്സിൻ്റെ ലാഭവും നഷ്ടവും, എൻ്റെ ബിസിനസ്സിന് എത്ര രൂപ ആസ്തികളുണ്ട്, എത്ര രൂപ ലാബിലിറ്റീസ് എല്ലാം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്നത് ഞാൻ ഏത് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടതാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ എല്ലാ ട്രാൻസാക്ഷൻസും ഞാൻ എൻ്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ട് അതിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, ബിസിനസ് സ്ഥാപനം ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അതേമാതിരി എനിക്ക് ബിസിനസ്സിൽ എത്ര ആസ്തികളുണ്ട്, എനിക്ക് ബിസിനസ്സിൽ എത്ര ലാബിലിറ്റീസ് എന്നെല്ലാം കണ്ടുപിടിക്കുന്നത് ഈ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള പീരീഡിലെ കണക്കുകൾ വെച്ചിട്ടാണ്. അപ്പോൾ ബുക്കിലുള്ള ഈ പീരീഡിലെ കണക്ക് വെച്ചിട്ടാണ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് അക്കൗണ്ടിങ് പീരീഡ്. അതായത് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലാഭം നഷ്ടമെല്ലാം കണക്കാക്കുന്നത് ഏത് പീരീഡ് വെച്ചിട്ടാണ്? എന്നാണോ ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 പീരീഡിലെ കാര്യങ്ങളാണ് അക്കൗണ്ട്സ് എടുത്തിട്ടാണ് നിങ്ങൾ ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ദ ഈസ് ഇൻ ഇൻ്റർവെൽ വിച്ച് ദ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ആൻഡ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും പ്രസൻറ്റ് ചെയ്യുന്നതും റിസൾട്ട് എന്ന് പറഞ്ഞാൽ ലാഭമാണോ നഷ്ടം കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആൻഡ് ഈ ഫിനാൻഷ്യൽ പൊസിഷൻ ഉദ്ദേശിക്കുന്നത് ബാലൻസ് ഷീറ്റ്. എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഏത് പീരീഡിലെ ട്രാൻസാക്ഷൻസ് വെച്ചിട്ടാണ്? അക്കൗണ്ടിങ് പീരീഡിലെ ട്രാൻസാക്ഷൻസ് വെച്ചിട്ടാണ്. എന്നാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇത് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് പറയുന്നത്. നോക്ക്, സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ടിങ് പീരീഡ് വെച്ചിട്ടായിരിക്കും. ആ അക്കൗണ്ടിങ് പീരീഡ് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 മുതൽ 31 മാർച്ച് വരെയാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഓക്കെ, ഇതോടെ പറയുന്നത് നോക്കടാ. അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കിയാൽ, ദിസ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് പ്രകാരം ദിസ് പീരീഡ് ഈസ് ഇൻ്റർവെൽ വിച്ച് ദ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്. അതായത് ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റാണ് ലോസ് ആണ് കണ്ടുപിടിക്കുന്നതും ബിസിനസ് ഫിനാൻഷ്യൽ പൊസിഷൻസ് എല്ലാം മെഷർ ചെയ്യുന്നത് ഏത് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് വെച്ചിട്ടാണ്? അക്കൗണ്ടിങ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീൻസ് ലാഭനഷ്ടം കണ്ടുപിടിക്കുന്നത് ഏത് പീരീഡാണ്? അക്കൗണ്ടിങ് പീരീഡാണ്. ഈ അക്കൗണ്ടിങ് പീരീഡ് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 1 ഇയർ ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഓക്കെ, നമുക്ക് ഇത്ര വരെ പഠിച്ചതിൻ്റെ ബേസിൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസൊക്കെ നോക്കാം അല്ലേ? ഓക്കെ.